ആധുനികാനന്തര കവികളിൽ വളരെ ശ്രദ്ധേയയായ എഴുത്തുകാരിയാണ് അനിത തമ്പി. വളരെ ലളിതമെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാമെങ്കിലും കവിതയുടെ ഉടലാഴങ്ങളിൽ പെൺ അനുഭവങ്ങളും ചൂഷണത്തിൻ്റെയും പൊള്ളുന്ന അറിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനിതയുടെ മറ്റു പ്രധാന കൃതികൾ മുറ്റമടിക്കുമ്പോൾ, ആലപ്പുഴ വെള്ളം, അഴകില്ലാത്തവയെല്ലാം മുതലായവയാണ്. ഓരോ വറ്റിനുള്ളിലും എത്രയോ നെൽവയലുകളുണ്ട്. അവ ഉയർത്തുന്ന രാഷ്ട്രീയം നമുക്ക് അനിതയുടെ കവിതകളിൽ കാണാനായിട്ട് സാധിക്കും. ഊണ് കഴിഞ്ഞ് എത്ര നിശബ്ദരായി നാം തിരിച്ചു നടന്നാലും അതിന് അടരായി വർത്തിക്കുന്ന തൊഴിലനുഭവങ്ങളുടെയും ചൂഷണങ്ങളുടെയും ഒക്കെ അറിവ് ഉച്ചയെ പൊള്ളിക്കുന്ന സൂര്യനായി നമ്മുടെ സാംസ്കാരിക അനുഭവത്തിൽ നിലനിൽക്കുന്നു എന്ന് അനിതയുടെ കവിതയിലൂടെ നാം വായിച്ചറിയുന്നു. ഒരു ഉച്ചച്ചൂടിൽ മേശപ്പുറത്ത് നമ്മൾ ഒന്നിച്ചുണ്ണുന്ന ഈ ചോറിൻ്റെ ഓരോ വറ്റിലും ഉള്ളിലും എത്രയോ നെൽവയലുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. അനിത തമ്പി സ്വന്തം തിണസങ്കല്പം അവതരിപ്പിക്കുന്ന കവിതയാണ് ഊണ്. ഊണിനു മുന്നിലിരിക്കുമ്പോൾ കവി കൃഷിയെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ആലോചിക്കുന്നു. നമ്മെ നിലനിർത്തുന്നത് കാർഷിക സംസ്കാരമാണ്. കൃഷിയും ഹരിത രാഷ്ട്രീയവും ഒക്കെ ഈ കവിതയിലൂടെ കടന്നു വരുന്നുണ്ട്. അനിത അവതരിപ്പിക്കുന്ന രാഷ്ട്രീയം അതിരൂക്ഷമാണ്. ചുറ്റുപാടുകളെ, മണ്ണിലുള്ള ചെറുതുകളെ പോലും അണച്ചു നിർത്തുന്ന രാഷ്ട്രീയമാണുള്ളത്. സ്ഥൂല രാഷ്ട്രീയത്തിൻ്റെ പരിഗണനയിൽ വരാത്ത, പ്രാന്തവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരെയൊക്കെ ചേർത്ത് നിർത്തുന്ന കവിതയാണ് അനിതയുടെ കവിതകൾ. ഈ ഒരു രാസപ്രക്രിയ അനിതയുടെ കവിതകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഊണ് കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഉണർത്തുന്ന ഇത്തരം ചിന്തകളുടെ ആഴവും പരപ്പുമൊക്കെ അനിതയുടെ ഊണ് എന്ന കവിതയിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ ഉണർത്തുന്ന ദർശനങ്ങളായി തീരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന കവിതയാണ് അനിത തമ്പിയുടെ ഊണ് എന്ന കവിത.